ഈശോ മിശിഹായിൽ ഏറ്റവും അധികം സ്നേഹിക്കപ്പെടുന്ന മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, ആദിമ സഭാപിതാക്കന്മാരിൽ വളരെ പ്രസിദ്ധനായ ഒരു സഭാപിതാവാണ് വിശുദ്ധ ജോൺ ക്രിസോസ്റ്റം. അദ്ദേഹം ഒരിക്കൽ വിശുദ്ധ കുർബാനയെക്കുറിച്ച് ഒരു പ്രസംഗം തയ്യാറാക്കുന്നതിന് വേണ്ടി കർത്താവിൻ്റെ സന്നിധിയിലിരുന്ന് പ്രാർത്ഥിച്ചൊരുങ്ങുകയാണ്. എത്രമാത്രം ചിന്തിച്ചിട്ടും പുതിയ ആശയങ്ങളൊന്നും അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് കടന്നു വരാതെ വിഷമിക്കുമ്പോൾ ഈശോ അദ്ദേഹത്തിന് പ്രത്യക്ഷനായി അദ്ദേഹത്തോട് പറഞ്ഞു, ബുദ്ധിയുടെയും ചിന്തയുടെയും തലത്തിൽ നിന്നും മാറി നീ തന്നെയും ദിവ്യകാരുണ്യമായി മാറുക എന്ന് മനസ്സിലാക്കുക, അനുഭവിക്കുക. ബുദ്ധിയുടെയും ചിന്തയുടെയും തലത്തിൽ നിന്നുമൊക്കെ മാറി നാം തന്നെയും ദിവ്യകാരുണ്യമായി മാറുക എന്ന ആശയത്തെ, എന്ന കാര്യത്തെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ ബോധ്യമാക്കി മാറ്റുക. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ കുർബാനയെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ കാത്തു സൂക്ഷിക്കേണ്ട വലിയൊരു യാഥാർത്ഥ്യമാണ് ബുദ്ധിയുടെ തലത്തിൽ നിന്ന്, ചിന്തയുടെ തലത്തിൽ നിന്ന്, യുക്തിയുടെ തലത്തിൽ നിന്ന് എല്ലാം മാറി നാം തന്നെയും ദിവ്യകാരുണ്യമായി മാറുക എന്ന കാര്യമാണ് മനസ്സിലാക്കേണ്ടത്. പ്രിയമുള്ളവരെ, എങ്ങനെയാണ് നാം ദിവ്യകാരുണ്യമായി മാറേണ്ടത്? അനുദിന ജീവിതത്തിൽ ദിവ്യകാരുണ്യമായി തീരാൻ നമുക്ക് എങ്ങനെയാണ് സാധിക്കുക? അതിനുള്ള ഉത്തരമാണ് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ നമുക്ക് നൽകുന്നത്. മഹത്തായ 3 ദിനങ്ങളുടെ ഓർമ്മ ഓരോ ദിവസവും നിൻ്റെ ജീവിതത്തിൽ അനുസ്മരിക്കുക എന്നുള്ളതാണ് ദിവ്യകാരുണ്യമായി മാറുവാനുള്ള ഏറ്റവും നല്ല ഉപാധി. ഓരോ ദിവസവും മഹത്തായ 3 ദിനങ്ങളുടെ ഓർമ്മ നിൻ്റെ ജീവിതത്തിൽ ആചരിക്കുക എന്നുള്ളതാണ് ദിവ്യകാരുണ്യമായി മാറുവാനുള്ള ഏറ്റവും നല്ല ഉപാധി. എന്താണ് അദ്ദേഹം അർത്ഥമാക്കിയത്? ക്രിസ്തുവിൻ്റെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ 3 ദിനങ്ങളായിരുന്നു പെസഹാ വ്യാഴവും ദുഃഖവെള്ളിയും ഉയിർപ്പും. ഈ 3 ദിനങ്ങൾ ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം പ്രാധാന്യമുള്ള, അങ്ങേയറ്റം കൃപ നിറഞ്ഞ, അനുഗ്രഹദായകമായ അനുസ്മരണത്തിൻ്റെ 3 ദിനങ്ങളാണ്. ഈ 3 ദിനങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഓരോ ദിവസവും അനുസ്മരണമായി അല്ലെങ്കിൽ അനുദിന ജീവിതത്തിൻ്റെ ഭാഗമായി മാറ്റുക എന്നുള്ളത്, അതിലൂടെ നിനക്ക് ദിവ്യകാരുണ്യമായി മാറാമെന്ന് ഇതാ ജോൺ പോൾ രണ്ടാമൻ എന്ന വിശുദ്ധനായ പാപ്പ നമ്മെ പഠിപ്പിക്കുന്നു. ഇതെങ്ങനെ സാധിക്കും? ഒന്നാമത്തേത് പെസഹാ വ്യാഴം. പെസഹാ വ്യാഴാഴ്ച ദിനത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത എന്താണ്? ഗുരുവായ ക്രിസ്തു അല്ലെങ്കിൽ ദൈവം തന്നെയായ ക്രിസ്തു യേശു ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി ചുംബിച്ച് അവരെ ദൈവസ്നേഹത്തിലേക്ക് അനുരഞ്ജനപ്പെടുത്തുന്ന കാഴ്ചയാണ് നമ്മൾ ആ ദിവസം കാണുക. വിശുദ്ധ കുർബാന സ്ഥാപിക്കപ്പെടുകയും ചെയ്യുന്ന ദിനമാണ് പെസഹാ വ്യാഴം. പ്രിയപ്പെട്ടവരെ, ഈശോ അതിലൂടെ നമ്മെ പഠിപ്പിച്ച സത്യം എന്താണ്? പാഠമെന്താണ്? നിൻ്റെ പാപങ്ങൾ എത്ര വലുതാണെങ്കിലും അത് കഴുകിക്കളയാൻ തയ്യാറായി പാദങ്ങളിൽ ചുംബിക്കാൻ തയ്യാറാകുന്ന ദൈവത്തിൻ്റെ ചിത്രമാണ് പെസഹാ വ്യാഴാഴ്ച നമുക്ക് വെളിപ്പെട്ട് കിട്ടുന്നത്. സ്നേഹമുള്ളവരെ, നമുക്കറിയാം, ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയെ ദ്രോഹിച്ച് ആ വ്യക്തിയിൽ നിന്ന്, സ്നേഹത്തിൽ നിന്ന് അകന്നു പോയി കഴിഞ്ഞാൽ, പിന്നീട് മാനസാന്തരമുണ്ടായാൽ തിരിച്ചു വന്ന് ആരാണോ ദ്രോഹിച്ചത്, ആ വ്യക്തി ആരാണോ ദ്രോഹിക്കപ്പെട്ടത്, ആ വ്യക്തിയുടെ കാലിൽ വീണ് മാപ്പ് ചോദിക്കുക എന്നുള്ളത് തികച്ചും സ്വാഭാവികമാണ്. ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയുമായി വഴക്കുകൂടി, തല്ലുകൂടി ആ സ്നേഹത്തിൽ നിന്ന് അകന്നാൽ, പിന്നീട് മാനസാന്തരപ്പെട്ട് തിരിച്ചു വന്നാൽ, ഏത് വ്യക്തിയാണോ മറ്റൊരാളെ ഉപദ്രവിച്ചത്, വേദനിപ്പിച്ചത്, ആ വ്യക്തി വേദനിക്കപ്പെട്ട വ്യക്തിയുടെ കാലിൽ വീണ് മാപ്പ് ചോദിക്കുക എന്നുള്ളത് സ്വാഭാവികമാണ്. എന്നാൽ പെസഹാ വ്യാഴാഴ്ച ദിനത്തിൽ നമ്മൾ കാണുന്ന യാഥാർത്ഥ്യം നേരെ തിരിച്ചാണ്. സത്യത്തിൽ ഒരു പാപം ചെയ്യുമ്പോൾ ദൈവത്തിൽ നിന്ന്, ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മൾ ഓടിപ്പോവുകയാണ്, മാറിപ്പോവുകയാണ്. ദൈവത്തെ ഞാൻ വേദനിപ്പിച്ചല്ലോ എന്ന തിരിച്ചറിവ് എൻ്റെ ഉള്ളിലൊരു വേദനയായി മാറുമ്പോൾ, അനുതാപമായി, മാനസാന്തരമായി, ദുഃഖമായി
പശ്ചാത്താപമായി അത് രൂപപ്പെടുമ്പോൾ ഞാനാണ് തിരിച്ചു വരേണ്ടത്, ഞാനാണ് കർത്താവിൻ്റെ പാദത്തിങ്കൽ കെട്ടിപ്പിടിക്കേണ്ടത്, ഞാനാണ് കരയേണ്ടത്, ഞാനാണ് മാപ്പ് ചോദിക്കേണ്ടത്. ഇവിടെ ഇതാ തിരിച്ച് ഒരു കാഴ്ച നമ്മൾ കാണുന്നു. തൻ്റെ സ്നേഹത്തിൽ നിന്ന് അകന്നുപോയ, തന്നെ വേദനിപ്പിച്ച് അകന്നുപോയ സകല മനുഷ്യരുടെയും തേടിപ്പിടിച്ച് കടന്നു വരാൻ തയ്യാറായ ദൈവപുത്രൻ ഇതാ തൻ്റെ അരുമ ശിഷ്യരുടെ പാദങ്ങളുടെ അരികിലിരുന്ന് അവരുടെ പാദങ്ങൾ കഴുകി അവരുടെ പാദങ്ങളിൽ കെട്ടിപ്പിടിച്ച് അവരുടെ പാദങ്ങളിൽ ചുംബിക്കുന്ന ദൈവപുത്രൻ അനുരഞ്ജനം സാധ്യതമാക്കുകയാണ്. ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മൾ അകലുമ്പോൾ നമ്മുടെ തിരിച്ചുവരവ് പ്രതീക്ഷിച്ച് കാത്തുനിൽക്കുന്നതിന് പകരം നമ്മെ തേടി നമ്മുടെ അരികിലേക്ക് കടന്നു വരുന്ന ദൈവസ്നേഹമാണ്, അനുരഞ്ജനമാണ് ഇവിടെ പെസഹ വ്യാഴാഴ്ച ദിനത്തിൽ വെളിപ്പെട്ട് കിട്ടുക. ഈശോ അതിനുശേഷം ഒരു കാര്യം കൂടെ നമ്മളോട് പറയുന്നു. നിങ്ങളുടെ ഗുരുവും കർത്താവുമായ ഞാൻ നിങ്ങളുടെ പാദങ്ങൾ കഴുകിയെങ്കിൽ നിങ്ങളും ഇതുപോലെ പരസ്പരം പാദങ്ങൾ കഴുകുക എന്ന്. പ്രിയപ്പെട്ടവരെ, അനുരഞ്ജനം സാധ്യമാകേണ്ടത് ഏതു വിധമാണ് എന്ന് എത്രയോ സുന്ദരമായി ഈശോ പഠിപ്പിക്കുന്നു. നമ്മളോട് ദ്രോഹം ചെയ്ത്, നമ്മളെ വേദനിപ്പിച്ച്, നമ്മളെ നൊമ്പരപ്പെടുത്തി, നമ്മുടെ ജീവിതത്തിൽ സഹന ദുഃഖങ്ങളും ത്യാഗങ്ങളും സമ്മാനിച്ച് കടന്നുപോയ വ്യക്തികൾ തീർച്ചയായും അവർ നമ്മുടെ അരികിലേക്ക് കടന്നു വരേണ്ടതും നമ്മളോട് മാപ്പ് ചോദിക്കേണ്ടതും നമ്മുടെ പാദത്തിങ്കൽ കെട്ടിപ്പിടിച്ച് കരയേണ്ടതും അതാണ് ന്യായവും യുക്തവും. എന്നാൽ ഈശോ ഇതാ മറ്റൊരു ന്യായം പഠിപ്പിക്കുന്നു, മറ്റൊരു നീതി പഠിപ്പിക്കുന്നു. കാരുണ്യത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, എളിമയുടെ, വിനയത്തിൻ്റെ, വിധേയത്വത്തിൻ്റെ പുതിയൊരു നീതി സമവാക്യം നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുന്ന ദൈവപുത്രനെ പെസഹ വ്യാഴാഴ്ച ദിനത്തിൽ നമ്മൾ കണ്ടുമുട്ടുകയാണ്. നമ്മളോട് ദ്രോഹം ചെയ്ത് അകന്നു പോകുന്ന വ്യക്തികൾ നമ്മുടെ അരികിലേക്ക് കടന്നു വരുന്നതും പശ്ചാത്തപിക്കുന്നതും മാനസാന്തരപ്പെടുന്നതും കണ്ണുനീരൊടുക്കുന്നതും കാത്തു നിൽക്കുന്നതിന് പകരം അവരുടെ അരികിലേക്ക് കടന്നു ചെന്ന് അവരുടെ കാലിൽ കെട്ടിപ്പിടിച്ച് ആ പാദങ്ങൾ കഴുകി ചുംബിച്ച് അനുരഞ്ജനം സാധ്യതമാക്കുവാൻ ഈശോ പെസഹ വ്യാഴാഴ്ച ദിനത്തിൽ നമ്മളോട് ആവശ്യപ്പെടുകയാണ്. നീ ദിവ്യകാരുണ്യമായി മാറണമെങ്കിൽ നിർബന്ധമായും ഒന്നാമതായി ചെയ്യേണ്ടത് പെസഹ വ്യാഴാഴ്ച ദിനത്തിൽ ഈശോ ചെയ്ത പ്രവൃത്തി അത് നിൻ്റെ അനുദിന ജീവിതത്തിൽ നീ ചെയ്യാൻ തയ്യാറാവുക. ഓരോ ദിവസവും ആത്മപരിശോധന ചെയ്യണം. ആരൊക്കെ എന്നെ ദ്രോഹിച്ചു, ആരൊക്കെ എന്നെ വേദനിപ്പിച്ചു, ആരെല്ലാം എൻ്റെ സ്നേഹത്തിൽ നിന്ന് അകന്നുപോയി എന്നെ മുറിപ്പെടുത്തി, അവർ എൻ്റെ അരികിലേക്ക് കടന്നു വരുന്നത് കാത്തു നിൽക്കുന്നതിന് പകരം അവരുടെ അരികിലേക്ക് കടന്നു ചെന്ന് അവരോട് മാപ്പ് ചോദിക്കാനും, മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ മാപ്പ് ചോദിക്കുന്നതിലും ഉപരിയായി അനുരഞ്ജനത്തിന് മുൻകൈയെടുക്കാൻ നമ്മൾ തന്നെ തയ്യാറാവുക. ഉത്തരവാദിത്വം ഒരുപക്ഷെ അവർക്കായിരിക്കാം. വേദനയുടെയും അതല്ലെങ്കിൽ സംഘർഷത്തിൻ്റെയും വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും വിത്തുകൾ വിതച്ചത് അവർ തന്നെയായിരിക്കാം. എങ്കിലും അത് എൻ്റെ ഉത്തരവാദിത്വമായി എടുത്ത് അനുരഞ്ജനത്തിന് ഞാൻ മുൻകൈയെടുക്കണമെന്ന സന്ദേശം പെസഹ വ്യാഴാഴ്ച ദിനത്തിൽ ഈശോ നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുകയാണ്. കർത്താവിൻ്റെ കാരുണ്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും വിധേയത്വത്തിൻ്റെയും എളിമപ്പെടലിൻ്റെയും എന്നതിലും ഉപരിയായി അനുരഞ്ജനത്തിൻ്റെ പുതിയ വെളിപ്പെടുത്തൽ ക്രിസ്തുവിധ പെസഹ വ്യാഴാഴ്ച ദിനം നമുക്ക് സമ്മാനിക്കുകയാണ്. ഇനി രണ്ടാമതായി ദുഃഖവെള്ളി ദിനം. ദുഃഖവെള്ളി ദിനത്തിലാണ് അനുരഞ്ജനം അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് കടന്നു വരുന്നതായി നമ്മൾ കാണുക. ഇതാ കുരിശിൽ കിടന്നുകൊണ്ട് സകലരോടും ക്ഷമിച്ച് സമ്പൂർണമായ അനുരഞ്ജനം സാധ്യതമാക്കുന്ന ക്രിസ്തുവിൻ്റെ ചിത്രം എത്രയോ മിഴിവുറ്റ ചിത്രമായി നമ്മുടെ മുൻപിൽ തെളിയിക്കപ്പെടുകയാണ് സുവിശേഷ പുസ്തകത്തിലൂടെ. പ്രിയപ്പെട്ടവരെ, ക്ഷമയുടെ പൂർണ്ണതയാണ് ദുഃഖവെള്ളി ദിനത്തിൽ നമ്മൾ കണ്ടുമുട്ടുക, കുരിശിൽ നമ്മൾ ദർശിക്കുക. ക്ഷമയുടെ പൂർത്തീകരണം, ക്ഷമയുടെ പൂർണ്ണത. പെസഹായിലെ അനുരഞ്ജനം അതിൻ്റെ പൂർണ്ണതയിലെത്തുന്ന ദിനമാണ് ദുഃഖവെള്ളി ദിനത്തിൽ ലോകത്തിന് നൽകപ്പെടുന്ന ഏറ്റവും സുന്ദരമായ മാതൃക. പ്രിയപ്പെട്ടവരെ, സഹിച്ചുകൊണ്ട് ക്ഷമിക്കുകയും ക്ഷമിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് പിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഏറ്റവും സ്വീകാര്യമായ വിലയേറിയ പ്രാർത്ഥനയാണ് എന്ന് ക്രിസ്തു കുരിശിൽ കിടന്ന് നമ്മെ പഠിപ്പിച്ച ദിനമാണ് ദുഃഖവെള്ളി ദിനം. സഹിച്ചുകൊണ്ട് ക്ഷമിക്കുകയും ക്ഷമിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുക എന്നുള്ളത്. ഈശോ മിശിഹായിൽ ഏറ്റവും അധികം സ്നേഹിക്കപ്പെടുന്നവരെ, അനുരഞ്ജനം അതിൻ്റെ പൂർത്തീകരണത്തിൽ എത്തിച്ചേരുന്ന ദിനമാണ് ദുഃഖവെള്ളി ദിനം. നമ്മുടെ ജീവിതത്തിൽ നമ്മെ ദ്രോഹിക്കുന്നവർ, നമ്മെ വേദനിപ്പിക്കുന്നവർ, നമ്മെ നൊമ്പരപ്പെടുത്തുന്നവർ അവർ ആരുമായിരുന്നു കൊള്ളട്ടെ. ഒരുപക്ഷെ ജീവിത പങ്കാളി തന്നെയാകാം, മക്കളാകാം, മാതാപിതാക്കളാകാം, സഹോദരങ്ങളാകാം, അയൽവാസികളാകാം, സഹപ്രവർത്തകരാകാം, ആരുമായിരുന്നു കൊള്ളട്ടെ. സകലരോടും സഹിച്ച് ക്ഷമിക്കാൻ തയ്യാറാകുന്ന
ഒരു കാഴ്ചപ്പാടിലേക്ക്, ജീവിതത്തിൻ്റെ ഉന്നതമായ തലങ്ങളിലേക്ക് ഉയർത്തപ്പെടുവാനുള്ള സന്ദേശം ദുഃഖവെള്ളി ദിനത്തിൽ ഈശോ കൈമാറുന്നു. ഓരോ ദിനവും നിന്റെ ജീവിതത്തിൽ ദുഃഖവെള്ളി അനുഭവം ഉണ്ടായാൽ തീർച്ചയായും നിനക്കും ദിവ്യകാരുണ്യമായി മാറാം. ഇതാണ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ നമ്മളോട് ആവശ്യപ്പെടുന്ന, അല്ലെങ്കിൽ നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുന്ന സുന്ദരമായ സന്ദേശം. ഓരോ ദിവസവും നിന്റെ ജീവിതത്തിൽ ദുഃഖവെള്ളി അനുഭവങ്ങൾ ഉണ്ടാകട്ടെ, അതിലൂടെ കടന്നു പോകട്ടെ. എന്ന് വെച്ചാൽ കുരിശിൽ തറയ്ക്കപ്പെടുമ്പോഴും കുരിശിൽ തറച്ചവരോട് ക്ഷമിക്കാനും അനുരഞ്ജനം സാധ്യതമാകുവാനും നീ തയ്യാറാവുക. നിന്റെ മുഖത്ത് തുപ്പിയവരോട്, അപമാനത്തിൻ്റെ തുപ്പൽ നിന്റെ ജീവിതത്തിൽ സമ്മാനിച്ചവരോട്, നിന്റെ കൈകാലുകളിൽ അണിയടിച്ചവരോട്, മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ നിന്റെ സ്വാതന്ത്ര്യം ഇല്ലാതെയാക്കി ഒരു മരക്കുരിശിൽ, കഴുമരത്തിൽ നിന്നെ കെട്ടിയിട്ടവരോട്, നിന്റെ ജീവിതത്തിൽ ചെമ്മട്ടിപ്രഹരങ്ങൾ നൽകിയവരോട്, ഒത്തിരിയേറെ സഹനങ്ങളും ദുഃഖങ്ങളും വേദനകളും നൊമ്പരങ്ങളും ജീവിതത്തിൽ സമ്മാനിച്ചവരോട്, ശിരസിൽ മുൾക്കിരീടം വെച്ചു തന്നവരോട്, നിന്നെ നഗ്നയാക്കി അപമാനത്തിൻ്റെ അവഹേളനത്തിൻ്റെ പരകോടിയിലൂടെ യാത്ര ചെയ്യാൻ നിന്നെ തയ്യാറാക്കിയവരോട്, അല്ലെങ്കിൽ ഉന്തിത്തള്ളിയിട്ടവരോട്, അവരോടൊക്കെ ക്ഷമിക്കാൻ, സ്നേഹിക്കാൻ, അങ്ങനെ വീണ്ടും അനുരഞ്ജനത്തിലേക്ക് കടന്നു വരാൻ ഓരോ ദിനവും നിനക്ക് സാധിച്ചാൽ, ദുഃഖവെള്ളി അനുഭവമുണ്ട് ഓരോ ദിവസവും, എങ്കിൽ തീർച്ചയായും നിനക്കും ദിവ്യകാരുണ്യമായി മാറാൻ സാധിക്കും. മൂന്നാമതായി മഹത്തായ ദിനം, അത് ഉത്ഥാന ദിനമാണ്. ജീവൻ നൽകുന്ന അനുഭവം സമ്മാനിക്കുന്ന ദിവസമാണ് ഉത്ഥാന അനുഭവം. യേശു പറഞ്ഞു, ഞാൻ വന്നത് ജീവൻ ഉണ്ടാകുവാനും അത് സമൃദ്ധമായി ഉണ്ടാകുവാനുമാണ്. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 10-ാം വാക്യം. കുരിശിൽ തറയ്ക്കപ്പെട്ടവൻ ജീവന്റെ ഉറവിടമായി മാറി, അവനെ നോക്കിയവരൊക്കെ രക്ഷ പ്രാപിച്ചു. കുരിശിൽ തറയ്ക്കപ്പെട്ടവൻ ജീവന്റെ ഉറവിടമായി മാറി, അവനെ നോക്കിയവരൊക്കെ രക്ഷ പ്രാപിച്ചു. ഇതാ മരണമടഞ്ഞവൻ ജീവന്റെ അടയാളമായി മാറുന്നു, ജീവന്റെ പ്രതീകമായി മാറുന്നു. അവഹേളനത്തിലൂടെയും അപമാനത്തിലൂടെയും കടന്നുപോയി മരണത്തിൽ അവസാനിച്ച ഒരു ജീവിതം ഒരിക്കലുമല്ല. മരണത്തിൽ അവസാനിക്കുകയല്ല, മറിച്ച് ജീവനിലേക്ക് പ്രവേശിക്കുകയാണ്, ഉത്ഥാനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അനേകർക്ക്, ജനകോടികൾക്ക് അന്നും അവൻ ജീവിച്ചിരുന്ന കാലഘട്ടത്തിലും അവൻ മരിച്ച കാലഘട്ടത്തിലും അവൻ ഉത്ഥാനം ചെയ്ത കാലഘട്ടത്തിലും അതിനു മുൻപും ആ സമയത്തും അതിനുശേഷവും 2000 വർഷങ്ങൾക്ക് ഇപ്പുറവും ജീവിച്ചു മരിച്ച സകലർക്കും ഇതാ രക്ഷയുടെ, ജീവന്റെ അടയാളമായി, പ്രത്യാശയുടെ പ്രതീകമായി അവൻ നിലകൊള്ളുകയാണ്. അനുദിന ജീവിതത്തിൽ ഈ ഉത്ഥാന അനുഭവം സ്വന്തമാക്കാൻ നിനക്ക് സാധിച്ചാൽ, മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ നീ ജീവന്റെ സംരക്ഷകനും ജീവന്റെ കാവലാളുമായി മാറുക. അതുപോലെ തന്നെ നിന്റെ ജീവിതം അനേകർക്ക് പ്രതീക്ഷയും പ്രത്യാശയും വിശ്വാസവും പകരുന്ന അനുഭവമാക്കി മാറ്റുക. അതിലൂടെ തീർച്ചയായും നിനക്ക് ഉത്ഥാന അനുഭവം ഓരോ ദിവസവും അനുഭവിക്കാനും ആസ്വദിക്കാനും അങ്ങനെ ദിവ്യകാരുണ്യമായി മാറുവാനും സാധിക്കും. പ്രിയപ്പെട്ടവരെ, ദിവ്യകാരുണ്യത്തെക്കുറിച്ച് കുറേ കാര്യങ്ങൾ കേൾക്കുന്നതിനേക്കാൾ, ദിവ്യകാരുണ്യത്തെക്കുറിച്ച് കുറേ കാര്യങ്ങൾ എഴുതുന്നതിനേക്കാൾ ദിവ്യകാരുണ്യമായി മാറുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. വിശുദ്ധ ജോൺ ക്രിസോസ്റ്റത്തോട് യേശുനാഥൻ അരുളി ചെയ്തതും അതാണ്, ദിവ്യകാരുണ്യമായി മാറുക. എങ്ങനെ ദിവ്യകാരുണ്യമായി മാറാമെന്നത് ആശയത്തിലേക്ക് വെളിച്ചം വീശുന്ന ചില കാര്യങ്ങളാണ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറഞ്ഞ ഈ 3 കാര്യങ്ങൾ. ഓരോ ദിവസവും മഹത്തായ 3 ദിനങ്ങൾ, അതിൻ്റെ അനുസ്മരണം, അതിൻ്റെ അനുഭവം നിൻ്റെ ജീവിതത്തിലുണ്ടാകട്ടെ. ആ മഹത്തായ 3 ദിനങ്ങളാണ് പെസഹ വ്യാഴം, ദുഃഖവെള്ളി, അതുപോലെ ഉയിർപ്പ് ഞായർ. ഈ 3 ദിനങ്ങളുടെ അനുഭവം, ഓർമ്മ ഓരോ ദിവസവും നിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചാൽ തീർച്ചയായും നിനക്കും ദിവ്യകാരുണ്യമായി രൂപാന്തരപ്പെടാം. ബെനഡിക്ട് 16-ാമൻ മാർപ്പാപ്പ ഇപ്രകാരം രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു: കത്തോലിക്കരുടെ ആധ്യാത്മിക ജീവിതം വിശുദ്ധ കുർബാനയിൽ അധിഷ്ഠിതമാണ്. പരിശുദ്ധ കുർബാനയുടെ അഭാവത്തിൽ വിശ്വാസവും പ്രത്യാശയും അണയും, മന്ദീഭവിക്കും. അതിനാൽ പരിശുദ്ധ പരമ കൂദാശയിൽ, പ്രത്യേകിച്ച് ഞായറാഴ്ചത്തെ ബലിയിൽ സജീവമായി പങ്കെടുത്ത് ഞായറാഴ്ചയെ യഥാർത്ഥത്തിൽ കർത്താവിൻ്റെ ദിനമായി രൂപാന്തരപ്പെടുത്തി ആഴ്ചയിലെ എല്ലാ പ്രവർത്തനങ്ങൾക്കും സംഭവങ്ങൾക്കും
പൂർണ്ണ അർത്ഥം കൈവരിക്കണം. ബെനഡിക്റ്റ് 16 മാർപ്പാപ്പയുടെ വാക്കുകളാണ് ഇത്. പ്രിയപ്പെട്ടവരെ, അനുദിന ജീവിതത്തിൽ വിശുദ്ധ കുർബാനയുടെ പ്രാധാന്യം അത് വളരെ 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 വലുതാണ്. നമുക്ക് ഊഹിക്കാവുന്നതിലും സങ്കല്പിക്കാവുന്നതിലും അധികമാണ്. ഓരോ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ സാധിച്ചാൽ തീർച്ചയായും അത് വളരെ വലിയ അനുഗ്രഹത്തിൻ്റെ കലവറ നമ്മുടെ ജീവിതത്തിലേക്ക് ഒഴുക്കുന്നു, സമ്മാനിക്കുന്നു. ഇനി അതിന് സാധിക്കുന്നില്ലെങ്കിൽ തന്നെ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഞായറാഴ്ച കുർബാനയിൽ പങ്കെടുത്ത് ഓരോ ഞായറാഴ്ചയിലെയും വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് അനുദിന ജീവിതത്തെ കൃപയുള്ളതാക്കി മാറ്റാൻ, അല്ലെങ്കിൽ ഒരാഴ്ചത്തേക്ക് വേണ്ട അനുഗ്രഹം മുഴുവനും അതിലൂടെ നേടിയെടുക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. ആ ഒരു വലിയ സന്ദേശമാണ് ഇവിടെ ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ നമുക്ക് നൽകുന്നത്. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ കുർബാനയെക്കുറിച്ച് എക്ലേസിയ ദെ യുക്രിസ്തിയായിൽ പറയുന്ന വാക്കുകൾ വളരെ അർത്ഥസമ്പുഷ്ടമാണ്. പ്രകാരം നമ്മൾ വായിക്കുന്നു: സഭ അവളുടെ നാഥനായ ക്രിസ്തുവിൽ നിന്ന് സ്വീകരിച്ചിട്ടുള്ള നിരവധിയായ ദാനങ്ങളിൽ അവ എത്ര വിലപിടിപ്പാർന്നതുമാകട്ടെ, കേവലം ഒന്നു മാത്രമല്ല വിശുദ്ധ കുർബാന, പിന്നെയോ ഏറ്റവും പരമോന്നതമായ സമാനതകളില്ലാത്ത ദാനമാണത്. കാരണം ഈ ദാനം അവിടുന്ന് തന്നെയാണ്. ശ്രദ്ധിക്കാം, സഭ അവളുടെ നാഥനായ ക്രിസ്തുവിൽ നിന്ന് സ്വീകരിച്ചിട്ടുള്ള നിരവധി ദാനങ്ങളിൽ അവ എത്ര വിലപിടിപ്പാർന്നതുമാകട്ടെ, കേവലം ഒന്നു മാത്രമല്ല വിശുദ്ധ കുർബാന, പിന്നെയോ ഏറ്റവും പരമോന്നതമായ സമാനതകളില്ലാത്ത ദാനമാണത്. കാരണം ഈ ദാനം അവിടുന്ന് തന്നെയാണ്. ഈ ദാനം അവിടുന്ന് തന്നെയാണ്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൽ നിന്ന് മനുഷ്യർക്ക് സ്വീകരിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ദാനമാണ് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമായ വിശുദ്ധ കുർബാന. കാരണം വിശുദ്ധ കുർബാന എന്ന് പറയുന്നത് ദൈവം എന്തോ ഒന്ന് നമുക്ക് സമ്മാനിച്ചതല്ല, മറിച്ച് ദൈവത്തെ തന്നെ നമുക്ക് സമ്മാനിച്ചതാണ്. അതുകൊണ്ടാണ് വിശുദ്ധ അഗസ്തീനോസ് ഇപ്രകാരം പറയുന്നത്: ദൈവം സർവശക്തനാണ് എന്ന കാര്യം ശരി തന്നെ, എങ്കിലും തന്നേക്കാളും വലിയ ഒരു സമ്മാനം നമുക്കായി നൽകുക ദൈവത്തിന് സാധ്യമല്ല. ദൈവം സർവശക്തനാണെന്നത് ശരി തന്നെ, എങ്കിലും തന്നേക്കാളും വലിയൊരു സമ്മാനം നമുക്കായി നൽകുക ദൈവത്തിന് സാധ്യമല്ല. ശരിയാണ്, ദൈവതൃക്കരങ്ങളിൽ നിന്ന് നമ്മൾക്ക് സ്വീകരിക്കാൻ സാധിക്കുന്നതിൽ വെച്ച് ഏറ്റവും വലിയ സമ്മാനം ദൈവത്തെ തന്നെ സ്വീകരിക്കുക എന്നുള്ളതാണ്. ദൈവത്തെ തന്നെ സ്വീകരിച്ചത് പരിശുദ്ധ കുർബാനയിലൂടെയാണ്, അപ്പത്തിൻ്റെ രൂപത്തിലാണ്, ദിവ്യകാരുണ്യത്തിൻ്റെ രൂപത്തിലാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെയാണ് എങ്കിൽ അനുദിന വിശുദ്ധ ബലിയിൽ പങ്കെടുക്കേണ്ടതും ദിവ്യകാരുണ്യ ആരാധനയുടെ മുൻപിൽ ആയിരിക്കേണ്ടതും എത്രയോ എത്രയോ ശ്രേഷ്ഠമായ കാര്യമാണ്. ഇതിനേക്കാളും വലിയ എന്തു ദാനമാണ് നമുക്ക് സ്വീകരിക്കാനായിട്ടുള്ളത്? ഇതിനേക്കാളും വലിയ എന്ത് അത്ഭുതമാണ് ഈ ഭൂമിയിൽ നടക്കാനായിട്ടുള്ളത്? വിശുദ്ധ കുർബാനയേക്കാളും വലിയ ഒരത്ഭുതവും ഈ ഭൂമുഖത്ത് നടക്കാനായിട്ടില്ല. ഒരു പക്ഷേ ചിലരെങ്കിലും വിശുദ്ധ കുർബാനയിലുള്ള യേശു സാന്നിധ്യത്തിൽ വിശ്വാസക്കുറവുള്ള വ്യക്തികളുണ്ടാകാം. യേശുവിനെ തീർച്ചയായും ഒരു നല്ല ഫിലോസഫറായി അംഗീകരിക്കുന്ന ധാരാളം വ്യക്തികളുണ്ട്. അതല്ലെങ്കിൽ ഒരു അത്ഭുത പ്രവർത്തകനായി അംഗീകരിക്കുന്ന, അതല്ലെങ്കിൽ ഒരു വിപ്ലവകാരിയായി അംഗീകരിക്കുന്ന, അങ്ങനെ പലതരത്തിൽ യേശുവിൻ്റെ വ്യക്തിത്വത്തിൻ്റെ സവിശേഷതകളോട് ആകർഷകത്വം തോന്നി യേശുവിനെ ഒരു നേതാവായി അംഗീകരിക്കുന്ന, ഒരു പ്രമുഖ വ്യക്തിയായി അംഗീകരിക്കുന്ന ധാരാളം ആളുകളുണ്ട്. എന്നാൽ അവരിൽ തന്നെ ഈശോയെ രക്ഷകനായി അംഗീകരിക്കുന്ന, മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ ഏകരക്ഷകനായി ദൈവപുത്രനായി അംഗീകരിക്കുന്ന വ്യക്തികൾ, അവരെ നമ്മൾ ക്രിസ്ത്യാനികൾ എന്ന് പൊതുവായ വാക്കുകളിൽ വിളിക്കാം. എന്നാൽ ക്രിസ്ത്യാനികളിൽ തന്നെ കുറേ പേർ ദിവ്യകാരുണ്യത്തിലുള്ള യേശു സാന്നിധ്യത്തിൽ വിശ്വസിക്കുന്നില്ല. ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ അനുയായിയാണ്, അനുഗമിക്കുന്ന വ്യക്തിയാണ്. അങ്ങനെ അനുഗമിക്കുന്ന വ്യക്തികളിൽ, അനുയായികളിൽ കുറേ പേർ ക്രിസ്തുവിൻ്റെ ദിവ്യകാരുണ്യത്തിലെ സാന്നിധ്യത്തിൽ വിശ്വസിക്കുന്നില്ല, അതിനെ നിഷേധിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അങ്ങനെ നിഷേധിക്കുന്നുണ്ട് എങ്കിൽ അവർക്കൊരിക്കലും ക്രിസ്തുവിൻ്റെ ശിഷ്യരാണെന്ന് അവകാശപ്പെടാനുള്ള അധികാരമില്ല. അതിൻ്റെ കാരണം സുവിശേഷത്തിലേക്ക് നോക്കിയാൽ വ്യക്തമായും ആ കാരണം ഈശോ തന്നെ പഠിപ്പിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം അപ്പത്തിൻ്റെ സുവിശേഷം എന്നറിയപ്പെടുന്ന അധ്യായമാണ്.
പ്രിയപ്പെട്ടവരെ, വളരെയധികം ശ്രദ്ധിക്കുക. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം അപ്പത്തിൻ്റെ സുവിശേഷം എന്നറിയപ്പെടുന്ന സുവിശേഷ ഭാഗമാണ്. ഈ അധ്യായം ശരിയായ അർത്ഥത്തിൽ വായിച്ചു ധ്യാനിച്ചാൽ, ആഴത്തിൽ ധ്യാനിച്ചാൽ, അക്ഷരാർത്ഥത്തിൽ തന്നെ ഞാൻ ജീവൻ്റെ അപ്പമാണ് എന്ന് ഈശോ അർത്ഥമാക്കി എന്ന കാര്യം ആ വചനഭാഗം ആഴത്തിൽ വായിച്ചു ധ്യാനിച്ചാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. കാരണം ഞാൻ ജീവൻ്റെ അപ്പമാണ് എന്ന പ്രബോധനം ഈശോ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ ഇതാ യഹൂദജനം അല്ലെങ്കിൽ ശ്രോതാക്കൾ പിറുപിറുക്കുന്നു, അസ്വസ്ഥരാകുന്നു. ഈശോ ഇതാ വീണ്ടും കുറച്ച് എക്സ്പ്ലനേഷനൊക്കെ കൊടുക്കുന്നു. വീണ്ടും ജനം അസ്വസ്ഥരാകുന്നു, പിറുപിറുക്കുന്നു. ഈശോ ഒരിക്കൽ കൂടെ ഞാൻ ദിവ്യകാരുണ്യമാണ്, ജീവൻ്റെ അപ്പമാണ് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥാന്തര തലങ്ങളെ വിശദീകരിക്കുന്നു. ജനക്കൂട്ടം വീണ്ടും അസ്വസ്ഥരാകുന്നു, പിറുപിറുക്കുന്നു. ഒരിക്കൽ കൂടെ ഈശോ ഇതാ എക്സ്പ്ലനേഷൻ കൊടുക്കുന്നു. ചുരുങ്ങിയതൊരു 3 സ്ഥലത്തെങ്കിലും 6-ാം അധ്യായം വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഈശോ ഈ പ്രബോധനം പറയുമ്പോൾ ജനക്കൂട്ടം അസ്വസ്ഥരാകുന്നതും പിറുപിറുക്കുന്നതും തുടർന്ന് ഈശോ എക്സ്പ്ലനേഷൻ കൊടുക്കുന്നതും 3 സ്ഥലത്തെങ്കിലും നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ട് ജനം ഈ വിധത്തിൽ അസ്വസ്ഥരായി? എന്തുകൊണ്ട് ജനം ഈ വിധത്തിൽ പിറുപിറുത്തു? അതിൻ്റെ കാരണം ഈശോ ഈ വാക്യത്തെ അക്ഷരാർത്ഥത്തിൽ തന്നെ ഉദ്ദേശിച്ചിരുന്നുവെന്ന് ജനത്തിന് മനസ്സിലായി. ഇതിനു മുമ്പ് ഈശോ പലതരത്തിലുള്ള പ്രബോധനങ്ങൾ നടത്തിയപ്പോഴും ഈ വിധമൊരു അസ്വസ്ഥത, പലതരത്തിലുള്ള അസ്വസ്ഥതകൾ നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ ഇത്രത്തോളം ശക്തമായ ഒരു അസ്വസ്ഥതയും പിറുപിറുപ്പും നമ്മൾ കാണുന്നില്ല. എന്നാൽ ഇവിടെ ഇതാ അതിശക്തമായ പിറുപിറുപ്പും അസ്വസ്ഥതയും. ഇതെല്ലാം പോകട്ടെ, ഇതിൻ്റെ അവസാനത്തിൽ സംഭവിക്കുന്നത് എന്താണ്? ശിഷ്യന്മാരിൽ കുറേ പേർ ഈശോയെ ഉപേക്ഷിച്ചു പോയി. ഈ വചനം കഠിനമാണ്, ഇത് ദഹിക്കുന്ന കാര്യമല്ല എന്ന് പറഞ്ഞ് ശിഷ്യന്മാരിൽ കുറേ പേർ ഈശോയെ ഉപേക്ഷിച്ചു പോയി. അങ്ങനെ കുറേ പേർ ഈശോയെ ഉപേക്ഷിച്ചു പോയപ്പോൾ അവരെ തിരികെ വിളിക്കുവാൻ ഈശോ തയ്യാറാകുന്നില്ല. ഈശോയ്ക്ക് വേണമെങ്കിൽ പറയാമായിരുന്നു, ഞാനത് വെറുതെ പ്രതീകാത്മകമായി ഉദ്ദേശിച്ചതാണ്, ഞാനത് വെറുതെ ഇതിനു മുൻപ് പറഞ്ഞിട്ടുള്ള മറ്റു പല കാര്യങ്ങൾ പോലെ, ഞാൻ നല്ല ഇടയനാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണെന്ന് ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ മുന്തിരിവള്ളിയാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അതെല്ലാം എൻ്റെ വ്യക്തിത്വത്തിൻ്റെ വിവിധ സ്വഭാവ പ്രത്യേകതകളെ നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കാൻ പ്രതീകാത്മകമായി അവതരിപ്പിച്ച കാര്യങ്ങളായിരുന്നു. എന്നതുപോലെ ഈ കാര്യവും വെറുമൊരു പ്രതീകം മാത്രമാണ് എന്ന് പറഞ്ഞ് പിരിഞ്ഞുപോയ പ്രിയപ്പെട്ട ശിഷ്യന്മാരെ അദ്ദേഹത്തിന് ഈശോയ്ക്ക് തിരികെ വിളിക്കാമായിരുന്നു. ഈശോ അങ്ങനെ ചെയ്യുന്നില്ല. മാത്രമല്ല, കൂടെ നിന്ന കുറച്ചു പേരോട് ഈശോ ഒരു ചോദ്യം ചോദിക്കുന്നു, നിങ്ങളും പോകുന്നില്ലേ എന്ന്. അല്ല മക്കളെ, നിങ്ങൾ പോകുന്നില്ലേ എന്ന്. എന്താണ് പ്രിയപ്പെട്ടവരെ ആ ചോദ്യത്തിൻ്റെ അർത്ഥം? ആ ചോദ്യത്തിൻ്റെ അർത്ഥം ഗ്രഹിക്കാൻ സാധിച്ചാൽ തീർച്ചയായും ഇതുവരെ പറഞ്ഞ എല്ലാറ്റിൻ്റെയും ഉത്തരം മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ആ ചോദ്യത്തിൻ്റെ അർത്ഥം ഇതാണ്: അപ്പത്തിലുള്ള യേശു സാന്നിധ്യത്തെ വിശ്വസിക്കാത്ത ഒരുവനും ഒരുവൾക്കും അവൻ്റെ ശിഷ്യയാണ് എന്ന് പറഞ്ഞ് അവൻ്റെ കൂടെ നിൽക്കുക സാധ്യമല്ല. അപ്പത്തിലുള്ള യേശു സാന്നിധ്യം നീ വിശ്വസിക്കുന്നില്ലെങ്കിൽ നീ ക്രിസ്തു ശിഷ്യനല്ല. ക്രിസ്തു ശിഷ്യനാണ് എങ്കിൽ അപ്പത്തിലെ യേശു സാന്നിധ്യത്തെ നീ വിശ്വസിച്ചേ മതിയാവൂ. ഈശോ എന്ന ഏകരക്ഷകനിൽ നീ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, ഈശോ എന്ന ദൈവപുത്രനിൽ നീ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, സത്യമായും അപ്പത്തിൽ അവൻ്റെ സാന്നിധ്യമുണ്ട് എന്ന് നീ വിശ്വസിക്കണം. അത് വിശ്വസിക്കാതെ ഒരിക്കലും നിനക്കവൻ്റെ ശിഷ്യനാണെന്നും പറഞ്ഞ് വേഷം കെട്ടി ഇറങ്ങുക സാധ്യമല്ല. ഈശോയിൽ നീ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അപ്പത്തിലെ യേശു സാന്നിധ്യത്തിൽ നീ വിശ്വസിക്കണം. ഈശോ രക്ഷകനാണെന്ന് നീ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ പരിശുദ്ധ കുർബാനയിലെ ദൈവ സാന്നിധ്യത്തിൽ നീ വിശ്വസിക്കണം. ഈശോ ദൈവമാണെന്ന് നീ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ദിവ്യകാരുണ്യത്തിലെ ഈ ദൈവിക സാന്നിധ്യത്തെ, കേവലം സാന്നിധ്യമല്ല ദൈവത്തെ തന്നെയും നീ മനസ്സിലാക്കണം, അംഗീകരിക്കണം, അതിലാഴപ്പെടണം. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ കുർബാന അനുഗ്രഹത്തിൻ്റെ കലവറയാണ്. അത് ദൈവം തന്നെയാണ്. സ്വർഗം ഭൂമിയിൽ ഇറങ്ങുന്ന നിമിഷം, ദൈവത്തിൻ്റെ സമയവും മനുഷ്യൻ്റെ സമയവും ഒന്നായിത്തീരുന്ന നിമിഷം, മാലാഖമാരും വിശുദ്ധാത്മാക്കളും പരിശുദ്ധ അമ്മയും എല്ലാവരും ചേർന്ന് ബലഹീനപാപികളായ നമ്മുടെ അരികിൽ നിന്ന് ദൈവത്തെ ആരാധിക്കുന്ന നിമിഷം, ഇതിനേക്കാളും വലിയ ഒരു കാര്യം ഈ ഭൂമിയിൽ ഒന്നും നടക്കാനില്ല. പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിൽ ദൈവപിതാവിൻ്റെ സന്നിധാനത്തിൽ വിശുദ്ധരോടൊപ്പം നമ്മൾ നടത്താനിരിക്കുന്ന സ്തുതിപ്പിൻ്റെ ആരാധനയുടെ മുന്നാസ്വാദനം ഏറ്റവും അടുത്ത വിധത്തിൽ സംഭവിക്കുന്ന നിമിഷമാണ് വിശുദ്ധ കുർബാനയുടെ നിമിഷം. അതുകൊണ്ട് ഈ അനുഗ്രഹത്തിൻ്റെ കലവറയെ
എന്നും നമുക്ക് സ്വന്തമാക്കാം, എന്നും നമുക്ക് സ്വന്തമാക്കാം. തിരക്കേറിയ നിൻ്റെ ജീവിതത്തിലും വിശുദ്ധ കുർബാനയ്ക്ക് നീ സമയം കണ്ടെത്തുക. കാരണം അതിനേക്കാളും വലിയ ഒരു അനുഗ്രഹവും നിൻ്റെ ജീവിതത്തിൽ നിനക്ക് സ്വീകരിക്കാനില്ല. ദിവ്യകാരുണ്യ ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.